Hi friends, ഞാൻ സുരേഷ് അണ്ണാടൻ. വെൽക്കം ടു മൈ ചാനൽ SK യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ്. ഏവർക്കും സുസ്വാഗതം. അപ്പൊ ഇതിന്റെ ഒരു ഇമെയിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം വിത്തൗട്ട് മൊബൈൽ നമ്പർ, അതും മൊബൈൽ ഫോണിൽ കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. മിക്ക ആൾക്കാർക്ക് അറിയാം, അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. How to create a Gmail account in mobile phone. എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും എന്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളെന്നുള്ള ഓപ്ഷൻ അമർത്തി കഴിഞ്ഞാൽ ഞാൻ പുതിയതായിട്ട് ഇതേപോലുള്ള ടിപ്സും ട്രിക്സും യൂട്യൂബ് സ്വന്തമായിട്ടുള്ള വീഡിയോകളും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മളുടെ ജിമെയിൽ എന്ന് എഴുതിക്കുന്നില്ലേ, അതില് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്യപ്പോഴും കാണാൻ നിങ്ങൾക്ക് മിക്ക മൊബൈലിൽ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു സ്ക്രീനാണ് വരുന്നത്. ഇതിൽ വലത്തെ വശത്ത് ടോപ്പിലായിട്ട് കാണുന്നത് നിങ്ങൾ ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഇമെയിലിൻ്റെ ഐക്കണാണ്. അത് നിങ്ങൾ ഫോട്ടോ ആണ് ആഡ് ചെയ്തെങ്കിൽ ഫോട്ടോ വരും. അപ്പം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ മൊത്തം ഇമെയിൽ അക്കൗണ്ട് വന്നിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് ആഡ് അനദർ അക്കൗണ്ട്, ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യാനുള്ളത്. ആഡ് അനദർ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു സ്ക്രീനാണ് വരുന്നത്. സെറ്റപ്പ് ഇമെയിൽ, ഗൂഗിൾ, ഔട്ട്ലുക്ക്, യാഹു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഗൂഗിൾ ആണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഗൂഗിളിൽ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യം ചെക്കിങ് വരും, ചെക്കിങ് ഇൻഫോർമേഷൻ. അതിനുശേഷം ആദ്യം ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്നേ നിങ്ങൾ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്തില്ലേ ആ ഇമെയിലിൻ്റെ ഇമെയിലും ഫോൺ അല്ലെങ്കിൽ ഫോൺ നമ്പറും എല്ലാം അടിക്കപ്പോഴും വരാം. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പുതുതായിട്ട് ഓപ്പൺ ചെയ്യാനാണ്. അതിനായിട്ട് ഇതാ താഴെ കാണുന്ന ക്രിയേറ്റ് അക്കൗണ്ടിൽ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തു, നെക്സ്റ്റ് എന്നും കൊടുക്കുക. അപ്പോഴിതവിടെ ഫോർ മൈ പേഴ്സണൽ യൂസ്, ഫോർ വർക്ക് ഓർ മൈ ബിസിനസ്. അപ്പോൾ നമുക്കിവിടെ പേഴ്സണൽ അക്കൗണ്ടായിട്ടാണ്, ബിസിനസ്സിനല്ല. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ക്രിയേറ്റ് എ ഗൂഗിൾ അക്കൗണ്ട്, എൻ്റർ യുവർ നെയിം. അപ്പോൾ നമ്മുടെ പേരിൻ്റെ ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്യണം. താഴെ വന്നിട്ട് സർനെയിം, അതായത് എൻ്റെ പേര് സുരേഷ് കുമാർ ആണെങ്കിൽ ഫസ്റ്റ് നെയിം സുരേഷ്, സർനെയിം കുമാർ, അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ സുരേഷ് എന്ന് എൻ്റർ ചെയ്യുന്നു. സർനെയിം വന്നിട്ട് കുമാർ എന്ന് എൻ്റർ ചെയ്തു. നമുക്ക് എടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ബേസിക് ഇൻഫർമേഷൻ ആണ് ചോദിക്കുന്നത്. എൻ്റർ യുവർ ബർത്ത് ഡേ ആൻഡ് ജെൻഡർ. നമ്മളെ ബർത്ത്ഡേയും മെയിൽ ഫിമെയിൽ എന്നൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ ആഡ് ചെയ്യണം. ആദ്യം നമുക്ക് ഡേ, ബർത്ത്ഡേയിൽ ആദ്യം ഡേ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡേ ഇവിടെ എൻ്റർ ചെയ്യുന്നു. ഞാൻ എൻ്റെ ഡേ, ജനിച്ച ദിവസം അതിവിടെ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് മന്ത് വന്നിട്ട് ഞാൻ ഏപ്രിൽ. ഈ ഇയർ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഇയർ മറ്റു കാര്യങ്ങൾ നിറയ്ക്കുക. ഇവിടെ ജെൻഡർ ഞാൻ മെയിൽ സെലക്ട് ചെയ്യുന്നു. നിങ്ങൾ ഫിമെയിൽ ആണെങ്കിൽ ഫിമെയിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മെയിൽ എൻ്റർ ചെയ്തു. നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ വന്നതോ എല്ലാവർക്കും ഓരോരോ ഗൂഗിൾ ID ആണ് ഷോ ചെയ്യുന്നത്. എനിക്ക് ഇതാ ഇവിടെ ക്രിയേറ്റ് എ ജിമെയിൽ അഡ്രസ്, ഞാൻ സ്വന്തമായിട്ട് എന്നെ നിറയ്ക്കാൻ പറയുകയാണ്. അപ്പം ഞാൻ നിറയ്ക്കപ്പോൾ ഈ ജിമെയിലിൽ വേറെ ആർക്കെങ്കിലും അത് അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ പറയും ഇത് ആൾറെഡി അലോട്ട്. അപ്പം ഞാൻ ഇവിടെ കുമാർ 1 2 3 സുരേഷ്, അതായത് ലെറ്ററും ഫിഗറും നിങ്ങൾക്ക് അടിക്കാം. അടിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ പാസ്വേഡാണ് അടിക്കാനുള്ള. ഞാൻ ഒരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത്
ശേഷം നെക്സ്റ്റ് എന്നുള്ളത് അടിക്കും. പാസ്വേഡ് എൻട്രി ചെയ്തു. പാസ്വേഡ് സേവ്ഡ് എന്നായി കഴിഞ്ഞു. അപ്പം നിങ്ങളിത് എൻട്രി ചെയ്യുമ്പം പാസ്വേഡ് എല്ലാം എഴുതി വയ്ക്കണം, മറന്നു പോകാതെ. ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും മറക്കാതെ എഴുതി വയ്ക്കുക. അപ്പോൾ അതിനുശേഷം ഇവിടെ ഒരു പ്രൈവസി ടേംസ് ചോദിച്ചു. അപ്പം നമ്മളത് പക്ക എഗ്രി കൊടുത്താലേ മുന്നോട്ട് പോകും. അപ്പം ഞാൻ ഇവിടെ ഐ എഗ്രി എന്നുള്ളത് പ്രസ് ചെയ്തു. അപ്പോൾ ഗൂഗിൾ സർവീസ് ഇതിൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് നമുക്ക് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ആരുടെ അനദർ അക്കൗണ്ടിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. സുരേഷ് 123 അല്ല കുമാർ 123 സുരേഷ് 1989 gmail.com. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഒരു ഇമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഹായ്, അപ്പോൾ എല്ലാവരെയും വീഡിയോ എല്ലാം കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെയുള്ള യൂട്യൂബ് സംബന്ധമായ ടിപ്സ് ട്രിക്സ് വീഡിയോകൾ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് വേണം. അതായത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളെന്നുള്ള ഓപ്ഷൻ അമർത്തുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ കിട്ടൂ. വളരെ പ്രയാസപ്പെട്ടാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ബൈ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. സുരേഷ് നാടൻ. എല്ലാവർക്കും ജയ് ഹിന്ദ്, ജയ് ഭാരത്, വന്ദേ മാതരം.